സാബ് അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ക്ലാസ്സുകൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ വീഡിയോസ് മുഴുവനായിട്ട് കാണുവാൻ ശ്രമിക്കണം. കണ്ടാൽ മാത്രം പോരാ, അതിൽ ഓരോ പോയിന്റുകളും നോട്ട് എഴുതി വെച്ച് നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് പഠിക്കണം. എക്സാമിന് അധികം ദിവസമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി സീരിയസ് ആയിട്ട് എടുത്ത് നമ്മളത് നോട്ട് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് പഠിച്ചേ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് ഇന്ന് ക്ലാസ്സിലേക്ക് കിടക്കാം. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് ഇഫ്കോയെ കുറിച്ചാണ്. ഇഫ്കോ എന്താണ്? ഇഫ്കോ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, അതൊരു ഫെർട്ടിലൈസേഴ്സിനാണ്, അതൊരു വളത്തിന് വേണ്ടിയിട്ടുള്ള കർഷകർക്ക് എന്താണ് വളത്തിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുള്ള ഒരു സഹകരണ പ്രസ്ഥാനമാണ് ഇഫ്കോ എന്ന് പറയുന്നത്. ഇഫ്കോ എന്താണ്? അതിന്റെ എക്സ്പാൻഷൻ എന്തിന്റെ? ഇഫ്കോയുടെ എന്നല്ല, നമ്മളിപ്പോ പഠിക്കുന്ന എല്ലാത്തിന്റെ എക്സ്പാൻഷൻ പഠിച്ചിരിക്കണം. ഇന്ത്യൻ ഫാർമേഴ്സ് ഫെർട്ടിലൈസർ കോപ്പറേറ്റീവ് ലിമിറ്റഡ്. ഇഫ്കോ എന്താണ്? ഇഫ്കോ എന്ന് പറയുന്നത് ഇന്ത്യൻ ഫാർമേഴ്സ് ഫെർട്ടിലൈസർ കോപ്പറേറ്റീവ് ലിമിറ്റഡ്. ഇന്ത്യൻ ഫാർമേഴ്സ് ഫെർട്ടിലൈസർ കോപ്പറേറ്റീവ് ലിമിറ്റഡ് ആണ് ഇഫ്കോ എന്ന് പറയുന്നത്. ഇന്ത്യൻ ഫാർമേഴ്സ് ഫെർട്ടിലൈസർ കോപ്പറേറ്റീവ് ലിമിറ്റഡ്. ആ എക്സ്പാൻഷൻ പഠിക്കാൻ എളുപ്പമാണ് നമുക്ക്. അപ്പൊ എക്സ്പാൻഷൻ എല്ലാവരും പഠിച്ചു കാണുമല്ലോ. ഇനി നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോകാം. ഇഫ്കോ എന്ന് പറയുന്നത് രജിസ്റ്റർ ചെയ്തത് എന്നാണെന്ന് ചോദിച്ചാൽ 1967 നവംബർ 3 ഇഫ്കോ രജിസ്റ്റർ ചെയ്തത്. 1960 കാലഘട്ടങ്ങളിൽ നമ്മുടെ കാർഷിക മേഖലയിലുണ്ടായിരുന്ന കാർഷിക കൃഷി സാധനങ്ങളൊക്കെ വളർച്ചയ്ക്കൊക്കെ ഉള്ള അമാന്തങ്ങളും അങ്ങനത്തെ പ്രശ്നങ്ങളും ഇതൊക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് 1967 കാലഘട്ടത്തിൽ ആരംഭിച്ചതാണ് ഇഫ്കോ എന്ന് പറയുന്ന ഈ കമ്പനി, ഈ കോപ്പറേറ്റീവ് സ്ഥാപനം, അതായത് സഹകരണ പ്രസ്ഥാനം എന്ന് പറയുന്നത്. ഇഫ്കോ എന്ന് പറയുന്ന സഹകരണ പ്രസ്ഥാനം ആരംഭിച്ചത് 57 കോപ്പറേറ്റീവ് സൊസൈറ്റികൾ മെമ്പർമാരായിട്ടാണ് ഇത് ആരംഭിച്ചത്. അതായത് ഇഫ്കോ ആരംഭിച്ചത് 57 കോപ്പറേറ്റീവ് സൊസൈറ്റികൾ മെമ്പർമാരായിട്ട് ചേർന്നിട്ടാണ് ഇഫ്കോ എന്ന് പറയുന്ന എന്താണ് ഇന്ത്യൻ ഫാർമേഴ്സ് ഫെർട്ടിലൈസർ കോപ്പറേറ്റീവ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഇന്ന് കാണുന്ന ഇഫ്കോ ആരംഭിച്ചപ്പോൾ 1967 നവംബർ 3 ഇത് ആരംഭിച്ച സമയത്ത് 57 കോപ്പറേറ്റീവ് സൊസൈറ്റികളാണ് ഇതിന്റെ മെമ്പർമാരായിട്ട് ഉണ്ടായിരുന്നത്. The year in which IFCO registered 3rd November 1967. The year in which IFCO registered 3rd November 1967. The year in which IFCO registered 3rd November 1967. Headquarters of IFCO is at New Delhi. ഹെഡ്ക്വാർട്ടേഴ്സ് ഇഫ്കോ എന്ന് പറയുന്നത് 1967 നവംബർ 3 രൂപീകരിച്ചെന്ന് നമ്മൾ പറഞ്ഞു. ഈ രൂപീകരിച്ച ഇഫ്കോയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ചോദിച്ചാൽ അത് ന്യൂഡൽഹിയിലാണ്. ന്യൂഡൽഹിയിലാണ് ഇഫ്കോയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫ് ഇഫ്കോ ഈസ് അറ്റ് ന്യൂഡൽഹി. IFCO was registered under the Multi-Unit Cooperative Societies Act 1942. ഇഫ്കോ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് 1942 മൾട്ടി യൂണിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പ്രകാരമാണ്. 1942 മൾട്ടി യൂണിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ആക്ട് പ്രകാരമാണ് ഇഫ്കോ രജിസ്റ്റർ ചെയ്തത്. ഈ മൾട്ടി യൂണിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1984 ആയപ്പോൾ അതിന് പേര് മാറ്റി എന്തായി? മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ആയി മാറി. അത് അമെന്റ്മെന്റ് ഒക്കെ ചെയ്ത് അതിന്റെ പേര് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1984 എന്നാക്കി മാറ്റി. പിന്നീടുള്ള അമെന്റ്മെന്റ് 2002 നടന്നപ്പോൾ അതിന്റെ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 2002 ആയി. മൾട്ടി യൂണിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പ്രകാരമാണ് ഇഫ്കോ രജിസ്റ്റർ ചെയ്തത്. എന്നാൽ ഇപ്പോൾ പ്രവർത്തനം നടത്തുന്നത് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 2002 പ്രകാരമാണ്. നൗ വർക്കിംഗ് അണ്ടർ ദി മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 2002. അപ്പൊ എന്താണ്? നമ്മളൊരു സൊസൈറ്റി ഇതൊരു പ്രസ്ഥാനത്തിനെ കുറിച്ച് പഠിക്കുമ്പോൾ എന്ന് രജിസ്റ്റർ ചെയ്തു, എന്ന് പ്രവർത്തനം ആരംഭിച്ചു, എന്താണ് ഹെഡ്ക്വാർട്ടേഴ്സ്, ഏത് ആക്ട് പ്രകാരമാണ് രജിസ്റ്റർ ചെയ്തത്, ഈ കാര്യങ്ങൾ നന്നായിട്ട് പഠിക്കണം. ഇനി വരുന്ന എല്ലാവരും പഠിക്കാനുള്ളത് തന്നെയാണ്, എങ്കിൽ കൂടി ഇതൊരു കമ്പയർ ചെയ്ത് പഠിക്കുക. നമ്മൾ ഒരെണ്ണം പഠിച്ച് 2 എണ്ണം പഠിച്ച് 3 എണ്ണം ആകുമ്പോഴേക്കും നമ്മൾക്കിത് കൺഫ്യൂഷൻസ് വരും. അപ്പൊ ഇത് നമ്മളിത് ചേർത്ത് വെച്ച് നമ്മളത് കമ്പയർ ഒക്കെ ചെയ്ത് തന്നെ പഠിച്ചു പോകണം. അപ്പൊ ഇഫ്കോ എന്നാണ് രജിസ്റ്റർ ചെയ്തത്, അപ്പൊ നാഫിഡ് എന്നാണ് രജിസ്റ്റർ ചെയ്തത്, അങ്ങനെ ഉള്ളത് കമ്പയർ ചെയ്ത് തന്നെ പഠിച്ചു തന്നെ പോകണം. അപ്പൊ എന്താണ്? ഇഫ്കോ രജിസ്റ്റർ ചെയ്തത് 3rd നവംബർ 1967 അതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയിലും. ഇഫ്കോ രജിസ്റ്റർ ചെയ്തത് മൾട്ടി യൂണിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1942 പ്രകാരമാണ്. ഇപ്പോൾ അത് പ്രവർത്തിക്കുന്നത് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 2002 പ്രകാരമാണ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചോണെന്ന് വിചാരിക്കുന്നു. അടുത്തേക്ക് പോകാം. ദ ഇന്ത്യൻ ഫാർമേഴ്സ് ഫെർട്ടിലൈസർ കോപ്പറേറ്റീവ്
Limited, IFFCO, has been ranked again as the number one cooperative among the top 300 cooperatives in the world, sustaining its position from last year. അതായത് നമ്മളുടെ ഇഫ്കോ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയുടെ സ്വന്തം സ്ഥാപനമായ ഇഫ്കോ എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും ടോപ്പായിട്ടുള്ള ഏറ്റവും ഉയർന്നു നിൽക്കുന്ന 300 സഹകരണ പ്രസ്ഥാനങ്ങളിൽ ഒന്നാമത്തെ പൊസിഷനാണ് നിൽക്കുന്നത്. അത് ഈ ലാസ്റ്റ് ഇയർ വരെയും അത് സസ്റ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. The Indian Farmers Fertilizer Cooperative Limited, IFFCO, has been ranked again as the number one cooperative among the top 300 cooperatives in the world, sustaining its position from last year. The Indian Farmers Fertilizer Cooperative Limited, IFFCO, has been ranked again as the number one cooperative among the top 300 cooperatives in the world, sustaining its position from last year. IFFCO runs 95 operations in 49 countries globally, with some 80 brands in the food and beverages, beauty, agribusiness and packaging sectors, and sales operations in 105 countries. IFFCO എന്ന് പറയുന്നത് നമ്മളെ കയ്യിലൊതുങ്ങുന്ന ചെറിയ സ്ഥാപനമൊന്നുമല്ല. ഇഫ്കോയ്ക്ക് 49 രാജ്യങ്ങളിലായി 95ഓളം ഓപ്പറേഷൻസുകളുണ്ട്. അതുപോലെ തന്നെ 80 ബ്രാൻഡുകൾ. ആ 80 ബ്രാൻഡുകൾ എന്തൊക്കെയാണ്? ഫുഡ് ആൻഡ് ബീവറേജസ്, ബ്യൂട്ടി, അഗ്രി ബിസിനസ് ആൻഡ് പാക്കേജിംഗ് സെക്ടേഴ്സ്, ഇങ്ങനെയൊക്കെ അത് എക്സെട്ര ഉണ്ട്. ലോജിസ്റ്റിക് ഉണ്ട്, പല കാര്യങ്ങളുണ്ട് ഇഫ്കോയുടെ കീഴിൽ. ഇഫ്കോ ഒരു ഫെർട്ടിലൈസർ എന്ന് പറയുന്ന ആ ഒരു ഇതിൽ മാത്രം സ്റ്റിക്ക് ഓൺ ചെയ്തിരിക്കുകയല്ല. ഇഫ്കോ എന്ന് പറയുന്നത് ഫെർട്ടിലൈസർ മാത്രമല്ല, അഗ്രി ബിസിനസ് ഉണ്ട്, ലോജിസ്റ്റിക് ഉണ്ട്, ബ്യൂട്ടി ഉണ്ട്, ഫുഡ് ആൻഡ് ബീവറേജസ് ഉണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളായിട്ട് 80 ബ്രാൻഡ്സ് ഉണ്ട്. ഇതിനെന്താണ് 80 ബ്രാൻഡ്സുകളായി 49 രാജ്യങ്ങളിലായി 95 ഓപ്പറേഷൻസുകളാണ് ഇഫ്കോ നടത്തുന്നത്. അതുകൂടാതെ 105 രാജ്യങ്ങളിൽ സെയിൽസ് നടത്തുന്നുണ്ട്. ഇഫ്കോ 105 രാജ്യങ്ങളിൽ സെയിൽസ് ഓപ്പറേഷൻസ് നടത്തുന്നുണ്ട്. IFFCO runs 95 operations in the 49 countries globally, with some 80 brands in the food and beverages, beauty, agri-business and packaging sectors, and sales operations in 105 countries. IFFCO runs 95 operations in 49 countries globally, with some 80 brands in food and beverages, beauty, agri-business and packaging sectors, and sales operations in 105 countries. IFFCO is the largest producer of urea in the world. ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ യൂറിയ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എവിടെയാണെന്ന് വെച്ചാൽ അത് ആരാണെന്ന് ചോദിച്ചാൽ ഇഫ്കോ ആണ്. എന്താണ് ഏറ്റവും കൂടുതൽ യൂറിയ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇഫ്കോ ആണ്. ഇഫ്കോ ഇസ് ദ ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് യൂറിയ ഇൻ ദ വേൾഡ്. ഇഫ്കോ ഇസ് ദ ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് യൂറിയ ഇൻ ദ വേൾഡ്. ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ യൂറിയ പ്രൊഡക്ഷൻ നടത്തുന്നത് ആരാണെന്ന് ചോദിച്ചാൽ ഇഫ്കോ ആണ് നടത്തുന്നത്. ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ യൂറിയ പ്രൊഡക്ഷൻ നടത്തുന്നത് ഇഫ്കോയാണ്. ഇഫ്കോ ഈസ് ഹോളി ഓൺഡ് ബൈ കോപ്പറേറ്റീവ്സ്. ഇഫ്കോ എന്ന് പറയുന്നത് സഹകരണ പ്രസ്ഥാനങ്ങളാൽ ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളത്. അതായത് അതിന്റെ മുഴുവനായിട്ടുള്ള ആരാണ് അതിന്റെ ഉടമസ്ഥരെന്ന് വെച്ചാൽ അത് കോപ്പറേറ്റീവ്സ് ആണ്, സഹകാരികളാണ് അതിന്റെ ഉടമസ്ഥര്. ഇഫ്കോ ഈസ് ഹോളി ഓൺഡ് ബൈ കോപ്പറേറ്റീവ്സ്. ഇഫ്കോ ഈസ് ഹോളി ഓൺഡ് ബൈ കോപ്പറേറ്റീവ്സ്. The first fertilizer plant of IFFCO in Kalol and Kandla in Gujarat. അതായത് ഇഫ്കോയുടെ ഫസ്റ്റ് ഫെർട്ടിലൈസർ പ്ലാന്റ് ആരംഭിച്ച 1967 ആരംഭിച്ചത് കലോളിലും കാൻഡ്ലയിലുമാണ്. ഗുജറാത്തിലെ കലോളിലും കാൻഡ്ലയിലുമാണ് ഫസ്റ്റ് ഫെർട്ടിലൈസർ പ്ലാന്റ് ഇഫ്കോ ആരംഭിച്ചത്. The first fertilizer plant of IFFCO in Kalol and Kandla in Gujarat. The first fertilizer plant of IFFCO in Kalol and Kandla in Gujarat. Which cooperative institution ranked world's largest cooperative in the agriculture and food industry? അതായത് കൃഷിക്കും അതുപോലെ ഭക്ഷണത്തിനുമുള്ള ഇൻഡസ്ട്രി ഉണ്ടല്ലോ, അതിൽ ഏറ്റവും ലാർജസ്റ്റ് റാങ്ക് ഉള്ളത് അല്ലെങ്കിൽ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ട് ലോകത്തിൽ തന്നെ നമ്പർ 1 പൊസിഷൻ വഹിക്കുന്ന ഒരു സഹകരണ പ്രസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഇഫ്കോയാണ്. വിച്ച് കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻ റാങ്ക്ഡ് വേൾഡ്സ് ലാർജസ്റ്റ് കോപ്പറേറ്റീവ് ഇൻ ദ അഗ്രികൾച്ചർ ആൻഡ് ഫുഡ് ഇൻഡസ്ട്രി? ഇഫ്കോ. Which cooperative institution ranked world's largest cooperative in the agriculture and food industry? IFFCO. Which cooperative institution ranked world's largest cooperative in the agriculture and food industry? IFFCO.
Which are the production units of IFCO? IFCOയുടെ പ്രൊഡക്ഷൻ യൂണിറ്റ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കലോൾ, കാൻഡ്ല, ഫുൽപൂർ, ആൻക ആൻഡ് പാരദീപ്. എന്താണ്? കലോൾ, കാൻഡ്ല, ഫുൽപൂർ, ഓൺക ആൻഡ് പാരദീപ്. ഈ സ്ഥലങ്ങളിലാണ് ഇഫ്കോയുടെ പ്രൊഡക്ഷൻ യൂണിറ്റുകൾ, ഇന്ത്യയിലെ പ്രൊഡക്ഷൻ യൂണിറ്റുകളൊക്കെ സ്ഥിതി ചെയ്യുന്നത് എവിടെയൊക്കെയാണെന്ന് വെച്ചാല് കലോൾ, കാൻഡ്ല, ഫുൽപൂർ, ഓൺക, പാരദീപ്. അപ്പൊ വിച്ച് ആർ ദ പ്രൊഡക്ഷൻ യൂണിറ്റ്സ് ഓഫ് ഇഫ്കോ? കലോൾ, കാൻഡ്ല, ഫുൽപൂർ, ഓൺക, പാരദീപ്. ഇഫ്കോ ഹിയർ ഇൻസ്റ്റിറ്റ്യൂട്ടഡ് ടു അവാർഡ്സ് നെയിമില് ഇഫ്കോയ്ക്ക് രണ്ട് അവാർഡുകൾ ഇഫ്കോ നൽകുന്നുണ്ട്. സഹകരണ രത്ന അവാർഡും സഹകരണ ബന്ധു അവാർഡും. ഇഫ്കോ ഹാസ് ഇൻസ്റ്റിറ്റ്യൂട്ടഡ് ടു അവാർഡ് നെയിമില് സഹകരണ രത്ന ആൻഡ് സഹകരണ ബന്ധു. ഇഫ്കോ ഹാസ് ഇൻസ്റ്റിറ്റ്യൂട്ടഡ് ടു അവാർഡ് നെയിമില് സഹകരണ രത്ന ആൻഡ് സഹകരണ ബന്ധു. സഹകരണ രത്ന എന്ന് പറയുന്ന അവാർഡും സഹകരണ ബന്ധു എന്ന് പറയുന്ന രണ്ട് അവാർഡുകൾ ഇഫ്കോ നൽകുന്നുണ്ട്. ഇഫ്കോ ഹാസ് ഇൻസ്റ്റിറ്റ്യൂട്ടഡ് ടു അവാർഡ് നെയിമില് സഹകരണ രത്ന ആൻഡ് സഹകരണ ബന്ധു. വാട്ട് ഈസ് ദ എമൗണ്ട് ഓഫ് സഹകരണ രത്ന ആൻഡ് സഹകരണ ബന്ധു അവാർഡ്? ഓരോന്നിനും 5 ലക്ഷം രൂപ വീതമുണ്ട്. എന്നാൽ സഹകരണ രത്നയ്ക്ക് 5 ലക്ഷം രൂപയുണ്ട്, സഹകരണ ബന്ധു അവാർഡിനും 5 ലക്ഷം രൂപയുണ്ട്. 5 ലക്ഷം രൂപ കൂടാതെ അതിനൊരു ഷീൽഡും കൂടെ അവർ കൊടുക്കുന്നുണ്ട്. എന്താണ്? 5 ലക്ഷം രൂപ വിത്ത് അതിന്റെ ഒരു പ്രശസ്തി പത്രം ഉണ്ടല്ലോ, അതും കൂടെ ഈ അവാർഡിനൊപ്പം കൊടുക്കുന്നു. വാട്ട് ഈസ് ദ എമൗണ്ട് ഓഫ് സഹകരണ രത്ന ആൻഡ് സഹകരണ ബന്ധു അവാർഡ്? 5 lakhs rupees. വാട്ട് ഈസ് ദ എമൗണ്ട് ഓഫ് സഹകരണ രത്ന ആൻഡ് സഹകരണ ബന്ധു അവാർഡ്? 5 lakhs. ഫാർമേഴ്സ് സർവീസ് സെന്റർ FSC, ശ്രദ്ധിക്കുക, FSS അല്ല, FSC പ്രൊമോട്ടഡ് ബൈ ഇഫ്കോ. ഫാർമേഴ്സ് സർവീസ് സെന്റർ പ്രൊമോട്ടഡ് ബൈ ഇഫ്കോ. FSC എന്ന് കാണുമ്പോൾ അത് ഇഫ്കോ എന്ന് മനസ്സിലാക്കി വെക്കണം, അത് FSS ആണെന്ന് ചിന്തിക്കരുത്. അപ്പൊ ഫാർമേഴ്സ് സർവീസ് സെന്റർ പ്രൊമോട്ടഡ് ബൈ ഇഫ്കോ. ഫാർമേഴ്സ് സർവീസ് സെന്റർ പ്രൊമോട്ടഡ് ബൈ ഇഫ്കോ. IFCO in collaboration with NCDC in the process of development of financially weaker marketing society. IFCO is in collaboration with NCDC in the process of development of ഫിനാൻഷ്യലി വീക്കർ മാർക്കറ്റിംഗ് സൊസൈറ്റി. ഫിനാൻഷ്യലായിട്ട് വീക്കർ ആയിട്ടുള്ള മാർക്കറ്റിംഗ് സൊസൈറ്റികളുടെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ഇഫ്കോയും NCDCയും ചേർന്നിട്ടുള്ള പ്രൊജക്ടുകളൊക്കെ ഉണ്ട്. എന്താണ്? അതിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ആരൊക്കെ തമ്മിലാണ് കൂടിയിട്ടാണ് ചെയ്യുന്നത്? NCDCയും ഇഫ്കോയും. ഇഫ്കോ in collaboration with NCDC in the process of development of financially weaker marketing society. Farmer Service Center is established by IFCO. നേരത്തെ പറഞ്ഞതാണ്, Farmer Service Center is established by IFCO. IFCO Agro is the information network system. IFCO Agro എന്ന് പറയുന്നത് ഒരു ഇൻഫർമേഷൻ നെറ്റ്വർക്ക് സിസ്റ്റം ആണ്. IFCO Agro is the information network system. IFCO Agro is the information network system. ഗ്രാം സഞ്ജീവനി റിലേറ്റഡ് ടു ഇഫ്കോ. ഗ്രാം സഞ്ജീവനി ഇഫ്കോയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഗ്രാം സഞ്ജീവനി എന്താന്ന് ഞാൻ പറയാം. ഗ്രാം സഞ്ജീവനി എന്ന് പറയുന്നത് ഒരു ട്രാൻസ്ഫോർമേഷൻ റൂറൽ ഇന്ത്യ എന്ന് പറഞ്ഞൊരു പ്രൊജക്റ്റ് ആണ്. ഗ്രാം സഞ്ജീവനി എന്ന് പറയുന്നത് അത് എന്തിന്റെ പ്രൊജക്റ്റ് ആണെന്ന് വെച്ചാൽ ഇഫ്കോയുടെ കിസാൻ സുവിധ ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ട്, കിസാൻ സഞ്ചാർ ലിമിറ്റഡ് കേട്ടോ, അത് പിന്നീട് അത് എന്തായി മാറി? കിസാൻ സുവിധ ലിമിറ്റഡ് ആക്കി മാറി. അപ്പൊ ഇഫ്കോ കിസാൻ സഞ്ചാർ ലിമിറ്റഡിന്റെ ഒരു അംബീഷ്യസ് പ്രൊജക്റ്റ് ആയിരുന്നു ഗ്രാം സഞ്ജീവനി എന്ന് പറയുന്നത്. അതെന്താന്ന് വെച്ചാൽ ഈ ട്രാൻസ്ഫോർമേഷൻ ഓഫ് റൂറൽ ഇന്ത്യക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രൊജക്റ്റ് ആയിരുന്നു ഗ്രാം സഞ്ജീവനി. അത് ഇനോഗ്രേറ്റ് ചെയ്തത് ഇഫ്കോയുടെ ബോർഡ് ഓഫ് മീറ്റിംഗില് 2015 ഫെബ്രുവരി 27 അന്നത്തെ ഹോണറബിൾ ചെയർമാൻ ആയിരുന്നു ശ്രീ ബാൽവിന്ദർ സിംഗ് നായിക് നഖായിയാണ് അത് ഇനോഗ്രേറ്റ് ചെയ്തത്. അപ്പൊ IKSL's അംബീഷ്യസ്, IKSL എന്ന് വെച്ചാൽ ഇഫ്കോ കിസാൻ സഞ്ചാർ ലിമിറ്റഡ്, അതിപ്പോ കിസാൻ സുവിധ ലിമിറ്റഡ് ആയി മാറിയിട്ടുണ്ട്. അപ്പൊ ഇഫ്കോ കിസാൻ സഞ്ചാർ ലിമിറ്റഡ്സ് ambitious project for transformation of rural India, Gram Sanjeevani, was inaugurated during IFCO's board meeting held on 27th February 2015 by the Honorable Sri Balvinder Singh Nakhai, Chairman of IFCO. IFCO Kisan Sanchar Limit's ambitious project for transformation of rural India, Gram Sanjeevani, was inaugurated during IFCO's board meeting held on 27th February 2015 by the Honorable Sri Balvinder Singh Nakhai, Chairman. ഇഫ്കോ, അതായത് അന്നത്തെ ചെയർമാനായിട്ടുള്ള ശ്രീ ബാൽവിന്ദർ സിംഗ് നഖായിയാണ്
ഇത് ഇനോഗ്രേറ്റ് ചെയ്തത് 2015 ഫെബ്രുവരി 27 ഇത് ഇനോഗ്രേറ്റ് ചെയ്തത്. ഗ്രാം സഞ്ജീവിനി എന്ന് പറയുന്ന ആ ഒരു പ്രൊജക്ട് എന്തുമായിട്ടാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത് ചോദിച്ചാൽ ഇത് ഇഫ്കോയുമായിട്ടാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് കൺസിസ്റ്റ് 30 മെമ്പേഴ്സ്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ 30 അംഗങ്ങളാണുള്ളത്. ഇഫ്കോയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ എത്ര അംഗങ്ങളാണ്? 30 അംഗങ്ങളാണുള്ളത്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് കൺസിസ്റ്റ് 30 മെമ്പേഴ്സ്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് കൺസിസ്റ്റ് 30 മെമ്പേഴ്സ്. കിസാൻ ഇന്റർനാഷണൽ ട്രേഡിംഗ് കിറ്റ് is a wholly owned subsidiary of IFFCO. കിസാൻ ഇന്റർനാഷണൽ ട്രേഡിംഗ് കിറ്റ് എന്ന് പറയാം ഈസ് എ ഹോളി ഓൺഡ് സബ്സിഡിയറി ഓഫ് ഇഫ്കോ. കിറ്റ് എന്ന് പറയുന്നത് ഇഫ്കോയുടെ ഒരു സബ്സിഡിയറി ആണ്. കിസാൻ ഇന്റർനാഷണൽ ട്രേഡിംഗ് കിറ്റ്. ഇറ്റ് ഈസ് എ ഹോളി ഓൺഡ് സബ്സിഡിയറി ഓഫ് ഇഫ്കോ. വേൾഡ് ഫേമസ് ഫെർട്ടിലൈസർ പ്ലാന്റ് സിന്ദ്രി ഈസ് സിറ്റുവേറ്റഡ് ഇൻ ജാർഖണ്ഡ്. ലോകത്തിലെ തന്നെ ഫേമസ് ആയിട്ടുള്ള ഫെർട്ടിലൈസർ പ്ലാന്റ് ആണ് സിന്ദ്രിയിൽ സ്ഥിതി ചെയ്യുന്നത്. അതെവിടെയാണ് സിന്ദ്രി എന്ന് പറയുന്നത്? സ്ഥിതി ചെയ്യുന്നത് ജാർഖണ്ഡിലാണ്. വേൾഡ് ഫേമസ് ഫെർട്ടിലൈസർ പ്ലാന്റ് സിന്ദ്രി ഈസ് സിറ്റുവേറ്റഡ് ഇൻ ജാർഖണ്ഡ്. ആസാദിക്ക് അഗ്നി സഖേയൻ ഈസ് റിലേറ്റഡ് ടു ഇഫ്കോ. 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 IFFCO pays quantity rebate to its member societies. IFFCO pays quantity rebate to its member societies. ക്വാണ്ടിറ്റി റിബേറ്റ്, അതായത് ഇഫ്കോ എന്താ കൊടുക്കുന്നത്? ക്വാണ്ടിറ്റി റിബേറ്റ്. ആ ക്വാണ്ടിറ്റി റിബേറ്റ് എന്നൊക്കെ അറിയുമ്പോൾ ശ്രദ്ധിക്കുക, ഇഫ്കോ ആയിട്ട് ബന്ധപ്പെട്ട ഒരു പേരാണ്. ഇഫ്കോ പേസ് ക്വാണ്ടിറ്റി റിബേറ്റ് ടു ഇറ്റ്സ് മെമ്പേഴ്സ്. ഇഫ്കോ പേസ് ക്വാണ്ടിറ്റി റിബേറ്റ് ടു ഇറ്റ്സ് മെമ്പർ സൊസൈറ്റീസ്. ഇഫ്കോ അണ്ടർടേക്സ് വില്ലേജ് അഡോപ്ഷൻ പ്ലാൻസ്. ഇഫ്കോ അണ്ടർടേക്സ് വില്ലേജ് അഡോപ്ഷൻ പ്ലാൻ. ഇഫ്കോ എന്താണ്? വില്ലേജ് അഡോപ്ഷൻ പ്ലാനുകളൊക്കെ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇഫ്കോ അണ്ടർടേക്സ് വില്ലേജ് അഡോപ്ഷൻ പ്ലാൻ. ഇഫ്കോ അണ്ടർടേക്സ് വില്ലേജ് അഡോപ്ഷൻ പ്ലാൻ. ഇഫ്കോ ടോക്കിയോ ജനറൽ ഇൻഷുറൻസ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഓൺ 4th December 2000. ഇഫ്കോ ടോക്കിയോ എന്ന് പറഞ്ഞ ജനറൽ ഇൻഷുറൻസ് കമ്പനി ഇഫ്കോ ആരംഭിച്ചിട്ടുണ്ട്. അപ്പൊ ഇഫ്കോ എന്താണ്? കുറെ ഇതിൽ ഒന്ന് ഇൻഷുറൻസ്, ലോജിസ്റ്റിക് ഉണ്ട്, ബ്യൂട്ടി ഉണ്ട്, ഫുഡ് ആൻഡ് ബീവറേജസ് ഉണ്ട്, ഫെർട്ടിലൈസർ ഉണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ എന്താണ് ഇഫ്കോ ബന്ധപ്പെട്ടിരിക്കുന്നു. ആ ഒന്നാണ് ഇഫ്കോ ടോക്കിയോ ജനറൽ ഇൻഷുറൻസ്. ഇഫ്കോ ടോക്കിയോ ജനറൽ ഇൻഷുറൻസ് എസ്റ്റാബ്ലിഷ് ചെയ്തത് 2000 December 4 ഇഫ്കോ ടോക്കിയോ ജനറൽ ഇൻഷുറൻസ് എന്നാണ് വന്നത് 2000 December 4. ഇഫ്കോ അണ്ടർടേക്സ് വില്ലേജ് അഡോപ്ഷൻ പ്ലാൻ, VIP വില്ലേജ് അഡോപ്ഷൻ പ്ലാന് ഇഫ്കോ അണ്ടർടേക്ക് ചെയ്തിരിക്കുന്നു. ഇഫ്കോ എന്ന് പറയുന്നത് ക്വാണ്ടിറ്റി റിബേറ്റ് മെമ്പർമാർക്ക് കൊടുക്കുന്നു. ഈ പേരുകളൊക്കെ ശ്രദ്ധിക്കുക. വില്ലേജ് അഡോപ്ഷൻ പ്ലാൻ എന്ന് പറഞ്ഞാൽ നമ്മളപ്പം ചിന്തിക്കുക, ഇഫ്കോനെ കുറിച്ച് ചിന്തിക്കാം. കോയിൻസ് കോഓപ്പറേറ്റീവ് ഇൻഷുറൻസ് സൊസൈറ്റി. കോയിൻസ് എന്ന് പറയുന്നത് കോഓപ്പറേറ്റീവ് ഇൻഷുറൻസ് സൊസൈറ്റി ഈസ് ദ ഓൺലി ഇൻഷുറൻസ് സൊസൈറ്റി സെക്ടർ ഇൻ കേരള. കേരളത്തിന്റെ സ്വന്തമായിട്ടുള്ള ഇൻഷുറൻസ് സൊസൈറ്റി ആകെ ഒരെണ്ണുള്ളൂ, അതാണ് കോയിൻസ് എന്ന് പറയുന്നത് കോഓപ്പറേറ്റീവ് ഇൻഷുറൻസ് സൊസൈറ്റി. കോഓപ്പറേറ്റീവ് ഇൻഷുറൻസ് സൊസൈറ്റി ഈസ് ദ ഓൺലി ഇൻഷുറൻസ് സൊസൈറ്റി സെക്ടർ ഇൻ കേരള. അതായത് ഇൻഷുറൻസ് സൊസൈറ്റി സെക്ടറിൽ ആദ്യത്തെ ഒരെണ്ണം അല്ലെങ്കിൽ ഒരെണ്ണം മാത്രമുള്ള കോയിൻസ് എന്ന് പറയുന്നത്. കോയിൻസ് സ്റ്റാർട്ടഡ് ഫംഗ്ഷനിങ് ഇൻ അസോസിയേഷൻ വിത്ത് ഇഫ്കോ ടോക്കിയോ. ഇഫ്കോ ടോക്കിയോയുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടാണ് കോയിൻസ് വർക്ക് ചെയ്യുന്നത്. ആരംഭിച്ചതും വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇഫ്കോ ടോക്കിയോയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ്. ദ കോയിൻസ് റിലേറ്റഡ് ഫംഗ്ഷനിങ് in association with IFFCO Tokyo. Coins started functioning in association with IFFCO Tokyo. Headquarters of Coins Thiruvananthapuram. കോയിൻസിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? തിരുവനന്തപുരത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫ് കോയിൻസ് തിരുവനന്തപുരം. The 7th edition of the report titled World Cooperative Monitor 2018 has named IFFCO as the number one cooperative organization in the world, number one cooperative organization in the world based on the ratio of turnover, gross domestic product, year capital. അതായത് 2018 ഇറക്കിയ ഒരു ഇഫ്കോ ഒരു കോപ്പറേറ്റീവ് മോണിറ്റർ ഉണ്ട്. അതിന്റെ ടൈറ്റിൽ ലോകത്തിലൊരു കോപ്പറേറ്റീവ് മോണിറ്ററിന്റെ 7th എഡിഷനിൽ ഇഫ്കോ എന്നാണ് നെയിം ചെയ്തിരിക്കുന്നത്. എന്തെന്ന് പറഞ്ഞിട്ട് ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ ടേൺ ഓവർ ഉള്ള അല്ലെങ്കിൽ ഗ്രോസ് GDP ഉള്ള ഒരു ഇതാണ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഇഫ്കോ എന്ന് പറഞ്ഞിട്ട് 2018 ഒരു കോപ്പറേറ്റീവ് മോണിറ്റർ, വേൾഡ് കോപ്പറേറ്റീവ് മോണിറ്ററിൽ റിപ്പോർട്ട് ഉണ്ടായിരുന്നു. The 7th edition of the report titled World Cooperative Monitor 2018 has named IFFCO as the member-owned cooperative organization in the world based on the ratio of turnover,
gross domestic product per year. The 7th edition of the report titled World Cooperative Monitor 2018 has named IFCO as the member on cooperative organization in the world based on the ratio of turnover gross domestic product per capita. അടുത്തത് ഇഫ്കോയുടെ സബ്സിഡിയറീസ് എന്തൊക്കെയാന്ന് നോക്കാം. സബ്സിഡിയറീസ് ഓഫ് ഇഫ്കോ. കോർഡറ്റ് ഒരു സബ്സിഡിയറിയാണ് കോർഡറ്റ് എന്ന് പറയും. കോർഡറ്റ് എന്ന് പറയുന്നത് കോപ്പറേറ്റീവ് റൂറൽ ഡെവലപ്മെന്റ് ട്രസ്റ്റ്. കോർഡറ്റ് എന്ന് കോപ്പറേറ്റീവ് റൂറൽ ഡെവലപ്മെന്റ് ട്രസ്റ്റ്. കോപ്പറേറ്റീവ് റൂറൽ ഡെവലപ്മെന്റ് ട്രസ്റ്റ് കോപ്പറേറ്റീവ് റൂറൽ ഡെവലപ്മെന്റ് ട്രസ്റ്റ് ആണ് കോർഡറ്റ് എന്ന് പറയുന്നത്. കോർഡറ്റ് പ്രൊവൈഡ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് ഫോർ ഫാർമേഴ്സ്. കൃഷിക്കാർക്ക് എഡ്യൂക്കേഷൻ ട്രെയിനിങ് ഒക്കെയാണ് കോർഡറ്റ് കൊടുക്കുന്നത്. കോർഡറ്റ് പ്രൊവൈഡ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് ഫോർ ഫാർമേഴ്സ്. കോർഡറ്റ് പ്രൊവൈഡ്സ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് ഫോർ ഫാർമേഴ്സ്. കോർഡറ്റ് ഫോംഡ് ഇൻ 1979. കോർഡറ്റ് എന്നാണ് രൂപീകരിച്ചത് 1979. കോർഡറ്റ് എന്നാണ് ഫോം ചെയ്തത് 1979. കോർഡറ്റ് 1979. ഇഫ്കോ 1967. കോർഡറ്റ് ഫോം ചെയ്തത് 1979. കോർഡറ്റ് കോപ്പറേറ്റീവ് റൂറൽ ഡെവലപ്മെന്റ് ട്രസ്റ്റ്. കോർഡറ്റ് പ്രൊവൈഡ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് ഫോർ ഫാർമേഴ്സ്. കോർഡറ്റ് ഫോംഡ് ഇൻ 1979. അടുത്തൊരു സബ്സിഡിയറിയാണ് IFFDC, ഇന്ത്യൻ ഫാം ഫോറസ്ട്രി ഡെവലപ്മെന്റ് കോപ്പറേറ്റീവ്സ്. ഇന്ത്യൻ ഫാം ഫോറസ്ട്രി ഡെവലപ്മെന്റ് കോപ്പറേറ്റീവ്സ്. IFFDC, ഇന്ത്യൻ ഫാം ഫോറസ്ട്രി ഡെവലപ്മെന്റ് കോപ്പറേറ്റീവ്സ്. ഇന്ത്യൻ ഫാം ഫോറസ്ട്രി ഡെവലപ്മെന്റ് കോപ്പറേറ്റീവ്സ്. ഇന്ത്യൻ ഫാം ഫോറസ്ട്രി ഡെവലപ്മെന്റ് കോപ്പറേറ്റീവ്സ് ആണ് IFFDC. IFFDC ഫോംഡ് 1993. IFFDC ഫോംഡ് 1993. IFFDC formed in 1993. Object of IFFDC, development of wasteland for tree plantation. Object of IFFDCയുടെ ഒബ്ജക്റ്റ് ലക്ഷ്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഡെവലപ്മെന്റ് ഓഫ് വേസ്റ്റ് ലാൻഡ് ഫോർ ട്രീ പ്ലാന്റേഷൻ. അതായത് വെറുതെ കിടക്കുന്ന ഭൂമിയിലൊക്കെ മരങ്ങൾ പിടിപ്പിക്കുക എന്നുള്ളതാണ് ഇന്ത്യൻ ഫാം ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോപ്പറേറ്റീവ്സിന്റെ ഒരു ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. അത് ഇഫ്കോയുടെ ഒരു സബ്സിഡിയറിയായ ഇന്ത്യൻ ഫാം ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോപ്പറേറ്റീവ്സ് എന്താണ് ഒരു ഒഴിഞ്ഞു കിടക്കുന്ന വേസ്റ്റ് ലാൻഡിലും മരങ്ങൾ നട്ടുപിടിപ്പിക്കുക എന്നതാണ് അതിന്റെ ഓബ്ജക്റ്റ് എന്ന് പറയുന്നത്. IFFDC ഈസ് എ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി. IFFDC എന്ന് പറയുന്നത് ഒരു മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ്. അതൊരു കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ്. അത് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ്. IFFDC is a multi-state cooperative society. IFCO Kisan Seva Trust is the society established for charitable purpose. IFCO Kisan Seva Trust is the society established for charitable purpose. IFCO Kisan Seva Trust is the society established for charitable purpose. IFCO Kisan Seva Trust is the society established for charitable purpose. Kisan Seva Trust to provide relief and rehabilitation of victims of natural calamities and earthquake etc. ഈ കിസാൻ സേവ ട്രസ്റ്റ് എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, എന്താണ് അതിൽ ഉദ്ദേശിക്കുന്നത് വെച്ചാല് ഒരു സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ഒരു പരിചരണം അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള അവര് ഡെവലപ്പ് ചെയ്തെടുക്കാം, മോട്ടിവേറ്റ് ചെയ്തെടുക്കാം. അതാരെയാണ് എന്താ ഒരു നാച്ചുറൽ കലാമിറ്റീസ്, ഭൂകമ്പങ്ങൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്ന അതിന്റെ വിക്ടിംസ് ഉണ്ടല്ലോ, അവര് ഭയങ്കര ഫ്രസ്ട്രേഷൻസിലായിരിക്കും, ഡിപ്രഷനിലായിരിക്കും, ഭയങ്കര പ്രശ്നങ്ങളിലേക്ക് പോകും. അപ്പൊ അവർക്ക് റിലീഫ് കൊടുക്കാനും അവര് അതിൽ നിന്ന് മോചനമൊക്കെ നൽകാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രസ്റ്റാണ് കിസാൻ ട്രസ്റ്റ് എന്ന് പറയുന്നത്. നമ്മള് മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് വയനാട്ടിലെ ഉരുൾപൊട്ടലും അതിനോടനുബന്ധിച്ചുള്ള മരണവും എല്ലാ കാര്യങ്ങളും നമ്മൾ കാണുന്നതാണ്. അപ്പൊ ആ മരണത്തിൽ തന്നെ എത്രത്തോളം ആളുകൾ ഡിപ്രഷൻ മൈൻഡിലേക്ക് പോയിട്ടുണ്ടാകും. അതെല്ലാം കണ്ടതും കുടുംബാംഗങ്ങളെല്ലാം നഷ്ടപ്പെട്ട് ഒറ്റയായി പോയവരും അങ്ങനെ പല വിധത്തിലുള്ള ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകളെ സ്വാതന്ത്ര്യം കൊടുത്തുകൊണ്ട് ആ കലാമിറ്റിയിൽ വന്നൊരു ആശ്വാസം കൊടുക്കുന്നതിനുള്ളതാണ് കിസാൻ സേവ ട്രസ്റ്റ് എന്ന് പറയുന്നത്. കിസാൻ സേവ ട്രസ്റ്റ് ടു പ്രൊവൈഡ് റിലീഫ് ആൻഡ് റീഹാബിലിറ്റേഷൻ ഓഫ് വിക്ടിംസ് ഓഫ് നാച്ചുറൽ കലാമിറ്റീസ് ആൻഡ് എർത്ത് എക്സെട്ര. ഇഫ്കോ ക്രിയേറ്റഡ് കിസാൻ സേവ ഫണ്ട് ഇസ് വാർഡ്ലി നോൺ ആസ് ഇഫ്കോ കിസാൻ സേവ ട്രസ്റ്റ്. അതായത് ഇഫ്കോ എന്ന് പറയുന്നത് നമുക്കറിയാം സഹകരണ പ്രസ്ഥാനം ഒരു കിസാൻ സേവാ ഫണ്ട് സ്വരൂപിക്കുന്നുണ്ട്. ആ കിസാൻ സേവാ ഫണ്ട് എന്ന് പറയുന്നത് കിസാൻ സേവ ട്രസ്റ്റിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇഫ്കോ ഒരു കിസാൻ സേവാ ഫണ്ട് സ്വരൂപിക്കുന്നത് ഇഫ്കോ കിസാൻ സേവ ട്രസ്റ്റിന് വേണ്ടി പ്രവർത്തനത്തിന് വേണ്ടിയിട്ടാണ് ഇഫ്കോ
കിസാൻ സേവ ഫണ്ട് സ്വരൂപിക്കുന്നത്. ഇഫ്കോ ക്രിയേറ്റഡ് കിസാൻ സേവ ഫണ്ട് ഈസ് വൈഡ്ലി നോൺ ആസ് ഇഫ്കോ കിസാൻ സേവ ട്രസ്റ്റ്. ഇന്ത്യൻ ഫാം ഫോറസ്ട്രി ഡെവലപ്മെന്റ് കോപ്പറേറ്റീവ് ആൻഡ് കിസാൻ സേവ ട്രസ്റ്റ് ആർ പ്രൊമോട്ടഡ് ബൈ ഇഫ്കോ. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ രണ്ട് കാര്യങ്ങളുണ്ടല്ലേ, ഇന്ത്യൻ ഫാം ഫോറസ്ട്രി ഡെവലപ്മെന്റ് കോപ്പറേറ്റീവ്സും കിസാൻ സേവ ട്രസ്റ്റും പ്രൊമോട്ട് ചെയ്യുന്നത് ആരാലാണ്? ഇഫ്കോയാണ്. ഇന്ത്യൻ ഫാം ഫോറസ്ട്രി ഡെവലപ്മെന്റ് കോപ്പറേറ്റീവ് ആൻഡ് കിസാൻ സേവ ട്രസ്റ്റ് they are promoted by IFCO. Indian Farm Forestry Development Cooperative and Kisan Seva Trust are promoted by IFCO to provide the relief and rehabilitation to the event of natural calamities and do undertake a program for the welfare and critical medical attention of needy farmers. To provide relief and rehabilitation to the event of natural calamities and undertake program for the welfare and critical medicine attention of needy farmers. നമ്മൾ കിസാൻ സേവ ട്രസ്റ്റിന് പറഞ്ഞു അവിടെ എന്തൊക്കെയാണ് നാച്ചുറൽ കലാമിറ്റീസ് ഒക്കെ വന്നിട്ടുള്ള ആളുകളെ അണ്ടർടേക്ക് ചെയ്തിട്ട് അവർക്ക് വെൽഫെയറിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, അവര് മെഡിക്കൽ അറ്റൻഷൻസ് കൊടുക്കുന്നു, റിലീഫ് കൊടുക്കുന്നു, റിഹാബിലിറ്റേഷൻ കൊടുക്കുന്നു, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഇഫ്കോ ചെയ്തു വരുന്നു. ഇഫ്കോ കിസാൻ അതായത് നേരത്തെ നമ്മളൊരു ഇഫ്കോ കിസാൻ സഞ്ചാർ ലിമിറ്റഡ്, ഇഫ്കോ കിസയല്ല കിസാൻ സഞ്ചാർ ലിമിറ്റഡ് എന്ന് പറഞ്ഞു. അപ്പൊ ഇഫ്കോ കിസാൻ സുവിധ ലിമിറ്റഡ് എന്ന് പറയുന്നതിന് ആദ്യം അറിയപ്പെട്ടിരുന്നത് ഇഫ്കോ കിസാൻ സഞ്ചാർ ലിമിറ്റഡ് എന്നായിരുന്നു. ഇഫ്കോ കിസാൻ സഞ്ചാർ ലിമിറ്റഡ്. ഇഫ്കോ കിസാൻ സുവിധ ലിമിറ്റഡ് ആണ്. ഇഫ്കോ കിസാൻ എന്ന് മാത്രം അറിഞ്ഞാലും പറയാ ഇഫ്കോ കിസാൻ സുവിധ ലിമിറ്റഡ് ആണ്. അതിന് ആദ്യ കാലഘട്ടത്തിൽ അറിയപ്പെട്ടിരുന്നത് ഇഫ്കോ കിസാൻ സഞ്ചാർ ലിമിറ്റഡ് എന്നായിരുന്നു. ഇഫ്കോ ടുഗദർ വിത്ത് ടെലികോം മേജർ ഭാരതി എയർടെൽ ആൻഡ് സ്റ്റാർ ഗ്ലോബൽ റെസ്റ്റോറന്റ് ലിമിറ്റഡ് ഹാസ് പ്രൊമോട്ടഡ് ഇഫ്കോ കിസാൻ സുവിധ ലിമിറ്റഡ്. അതായത് ഇഫ്കോ കിസാൻ ഒന്നല്ലെങ്കിൽ ഇഫ്കോ കിസാൻ എന്നറിയപ്പെടും, അല്ലെങ്കിൽ ഇഫ്കോ കിസാൻ സുവിധ ലിമിറ്റഡ്, ഈ രണ്ടുപേരിലാണ് അറിയപ്പെടുന്നത്. അത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരു എന്താണ് നമ്മൾ ടെലികോം ഇതാണ് വരുന്നത്. അപ്പൊ അത് ഭാരതി എയർടെലും സ്റ്റാർ ഗ്ലോബൽ റെസ്റ്റോറന്റ് ലിമിറ്റഡുമായിട്ട് ഇതായിക്കൊണ്ടാണ് ഇഫ്കോ കിസാൻ സുവിധ ലിമിറ്റഡ് നമ്മൾ ആരംഭിച്ചത്. ഇഫ്കോ ടുഗദർ വിത്ത് ടെലികോം മേജർ ഭാരതി എയർടെൽ ആൻഡ് സ്റ്റാർ ഗ്ലോബൽ റെസ്റ്റോറന്റ് ലിമിറ്റഡ് ഹാസ് പ്രൊമോട്ടഡ് ഇഫ്കോ കിസാൻ സുവിധ ലിമിറ്റഡ്. ഇഫ്കോ കിസാൻ സുവിധ ലിമിറ്റഡ്. ഇഫ്കോ കിസാൻ എന്ന് പറഞ്ഞാല് ഇഫ്കോ കിസാൻ സുവിധ ലിമിറ്റഡ് ആണ്. അതിന് ആദ്യ കാലഘട്ടത്തിൽ അറിയപ്പെടുന്ന ഇഫ്കോ കിസാൻ സഞ്ചാർ ലിമിറ്റഡ് എന്നാണ്. ഇഫ്കോ ടുഗദർ വിത്ത് ടെലികോം മേജർ ഭാരതി എയർടെൽ ആൻഡ് സ്റ്റാർ ഗ്ലോബൽ റെസ്റ്റോറന്റ് ലിമിറ്റഡ് ഹാസ് പ്രൊമോട്ടഡ് ഇഫ്കോ കിസാൻ സുവിധ ലിമിറ്റഡ്, അതായത് ഇഫ്കോ കിസാൻ. ഇഫ്കോ കിസാൻ അഗ്രികൾച്ചർ മൊബൈൽ. ഇഫ്കോ കിസാൻ അഗ്രികൾച്ചർ മൊബൈൽ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ആണ്. അതെന്തിനുള്ള ആപ്ലിക്കേഷൻ ആണ്? അഗ്രികൾച്ചറുമായിട്ടുള്ള ടെക്നോളജി, അതിന്റെ വെതർ ഇൻഫർമേഷൻ, മറ്റുള്ള ഫാമുകളുടെ എന്തൊക്കെ കാര്യങ്ങളുണ്ട് അതിനെ പറ്റിയുള്ള എല്ലാം അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെക്നോളജിയാണ്, ഒരു ആപ്ലിക്കേഷൻ ആണ് ഇഫ്കോ കിസാൻ അഗ്രികൾച്ചർ മൊബൈൽ. ഇഫ്കോ കിസാൻ അഗ്രികൾച്ചർ മൊബൈൽ ആപ്ലിക്കേഷൻ provides the latest agri technology, weather information, farm-based satellite services and buyer-seller module with the latest demand prices. ഇഫ്കോ കിസാൻ അഗ്രികൾച്ചർ മൊബൈൽ ആപ്ലിക്കേഷൻ പ്രൊവൈഡ്സ് ലേറ്റസ്റ്റ് അഗ്രി ടെക്നോളജി. അഗ്രികൾച്ചർ ആയിട്ടുള്ള എന്തെല്ലാം ടെക്നോളജികളുണ്ട്, അതുപോലെ കാലാവസ്ഥകള്, ആ ഫാമുകളെ കുറിച്ച്, പിന്നെന്താണ് അതുപോലെ തന്നെ സാധനങ്ങൾ വാങ്ങാനും വിൽക്കാനും താലൂക്ക് തലത്തിലുള്ള പ്രൈസുകൾ, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇഫ്കോ കിസാൻ അഗ്രികൾച്ചർ മൊബൈലിൽ ആ ആപ്ലിക്കേഷനിൽ നിലവിലുണ്ട്. ഇഫ്കോ കിസാൻ അഗ്രികൾച്ചർ മൊബൈൽ ആപ്ലിക്കേഷൻ പ്രൊവൈഡ്സ് ലേറ്റസ്റ്റ് അഗ്രി ടെക്നോളജി, വെതർ ഇൻഫർമേഷൻ, ഫാം ബേസ്ഡ് സാറ്റലൈറ്റ് സർവീസസ് ആൻഡ് ബയർ സെല്ലർ module with the latest mandate prices. IFCO has expanded its presence in the global market through strategic acquisition and joint venture. IFCO has expanded its presence in the global market through strategic acquisition and joint venture. IFCO അവരുടെ പ്രസൻസ് അല്ലെങ്കിൽ അവരുടെ ഇഫ്കോയുടെ എല്ലാ യൂണിറ്റുകളും ലോകം മുഴുവൻ വ്യാപിപ്പിച്ചത് എങ്ങനെയെന്ന് വെച്ചാല് ജോയിന്റ് വെഞ്ചർ ആയിട്ടുള്ള, ഒറ്റയ്ക്ക് നിന്നിട്ടല്ല, ജോയിന്റ് വെഞ്ചർ ഒക്കെ ആയിട്ടാണ് ആരംഭിച്ചിട്ടുള്ളത്. അതായത് ഇഫ്കോ ഹിയസ് എക്സ്പാൻഡഡ് ഇറ്റ്സ് പ്രസൻസ് ഇൻ ദ ഗ്ലോബൽ മാർക്കറ്റ് ത്രൂ സ്ട്രാറ്റജിക് അക്വിസിഷൻസ് ആൻഡ് ജോയിന്റ് വെഞ്ചർ. ഇഫ്കോ പ്രസന്റ് ഇൻ 5 countries ഇൻക്ലൂഡിംഗ് ഇന്ത്യ. ഇന്ത്യ അടക്കം 5 രാജ്യങ്ങളിലായിട്ടാണ് ജോയിന്റ് വെഞ്ചറുകൾ ഉള്ളത്. 5 രാജ്യങ്ങളിലായിട്ടുള്ളത്. ഇഫ്കോ പ്രസന്റ് ഇൻ 5 countries ഇൻക്ലൂഡിംഗ് ഇൻ ഇന്ത്യ. ഇന്ത്യ അടക്കം 5 രാജ്യങ്ങളിലായിട്ട് ജോയിന്റ് വെഞ്ചർ ആയിട്ടാണ് ഇഫ്കോ പ്രവർത്തനങ്ങൾ ഇത്രയും ഗ്ലോബലൈസ് ചെയ്തത്.
ഒന്ന് ജോർദാൻ ഇന്ത്യൻ ഫെർട്ടിലൈസർ കമ്പനി LLC, ഒമാൻ ഇന്ത്യ ഫെർട്ടിലൈസർ കമ്പനി SAOC, കിസാൻ ഇന്റർനാഷണൽ ട്രേഡിംഗ് FZD, ഇൻഡസ്ട്രീസ് ചിമിക്സ് ദു സെനാഗൽ, ഇൻഡസ്ട്രീസ് ചിമിക്സ് ഡു സെനാഗൽ. അപ്പൊ ഇത്രയാണ് 5 രാജ്യങ്ങൾ. 5 രാജ്യങ്ങളിൽ ഒന്ന് ഇന്ത്യയാണ്, ബാക്കി 4 രാജ്യങ്ങളുടെയാണ് ഈ പറഞ്ഞത്. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. അത് ആദ്യം ജോർദാൻ ഇന്ത്യൻ ഫെർട്ടിലൈസർ കമ്പനി ലിമിറ്റഡ് എന്നാണ് നോക്കാം. ജോർദാൻ ഇന്ത്യൻ ഫെർട്ടിലൈസർ കമ്പനി ലിമിറ്റഡ്. ഇഫ്കോ ആൻഡ് ജോർദാൻ ഫോസ്ഫേറ്റ്സ് മൈൻസ് കമ്പനി ലിമിറ്റഡ്. Jordan had formed a limited liability joint venture company, namely Jordan India Fertilizer Company. ഇഫ്കോ ആൻഡ് ജോർദാൻ ഫോസ്ഫേറ്റ്സ്, അതായത് ഇഫ്കോയും ജോർദാൻ ചേർന്നിട്ട് എന്താണ് ഫോസ്ഫേറ്റ്സിന്റെ മൈൻസ് കമ്പനി, എന്താണ് ഫോസ്ഫറസിന്റെ മൈൻ കമ്പനി ആരംഭിച്ചു. അത് എന്താണ് ഇഫ്കോയും ജോർദാനും കൂടി ചേർന്നിട്ടാണ് അതിന് പറയുക JPMC കേട്ടാ. ഇഫ്കോ ആൻഡ് ജോർദാൻ ഫോസ്ഫേറ്റ്സ് മൈൻസ് കമ്പനി എന്ന് പറയുന്നത് JPMC. ഇഫ്കോ ആൻഡ് ജോർദാൻ ഫോസ്ഫേറ്റ്സ് Mines Company Limited JPMC. Jordan had formed a limited liability joint venture company named Jordan India Fertilizer Company. അങ്ങനെ ഫോം ചെയ്തിട്ട് അത് ലിമിറ്റഡ് ലയബിലിറ്റി ജോയിന്റ് വെഞ്ചർ കമ്പനിയാണ്. അതിനെ ജോർദാൻ ഇന്ത്യ ഫെർട്ടിലൈസർ കമ്പനി എന്നറിയപ്പെടുന്നത്. ജോർദാൻ ഇന്ത്യ ഫെർട്ടിലൈസർ കമ്പനി. ജോർദാൻ ഇന്ത്യൻ ഫെർട്ടിലൈസർ കമ്പനി LLC എന്ന് പറയുന്നത് ഇഫ്കോ ആൻഡ് ജോർദാൻ ഫോസ്ഫേറ്റ്സ് മൈൻസ് കമ്പനി ലിമിറ്റഡ് JPMC. Jordan had formed a limited liability joint venture company, namely Jordan India Fertilizer Company. ഒമാൻ ഇന്ത്യ ഫെർട്ടിലൈസർ കമ്പനി SAOC. ഒമാൻ ഇന്ത്യ ഫെർട്ടിലൈസർ കമ്പനി SAOC. ഇത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടെന്ന് അതായത് കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഒമാൻ ഇന്ത്യ ഫെർട്ടിലൈസർ കമ്പനി SAOC, OMIFCO, has been established as a result of an initiative by the government of Oman and Republic of India in order to construct, own and operate a modern world scale 2-train ammonia urea fertilizer manufacturing plant at the Sir Industrial Estate in the Sultanate of Oman. അതായത് ഇത് ഒമാനുമായിട്ട് എന്താ പറയാ കൊളാബറേറ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യം ശ്രദ്ധിക്കുക. ഒമാനും ഇഫ്കോയും മാത്രമല്ല ഇതിലുള്ളത്, ക്രിപ്കോയും കൂടിയുണ്ട്. ഒമാനും ഇന്ത്യയും തമ്മിലുള്ള ഫെർട്ടിലൈസർ ആണ്. ഒമാനും ഇന്ത്യയുമാണ് അതിൽ 2 കമ്പനികൾ വള്ളത്തിന്റെ പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്. ഒന്ന് ക്രിപ്കോയും ഒന്ന് നമ്മുടെ ഇഫ്കോയും, രണ്ടും കൂടിയിട്ടാണ് തുടങ്ങിയിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ കാര്യങ്ങള് ജസ്റ്റ് ഇത് മനസ്സിലാക്കിയാൽ മതി. അതായത് ഒമിഫ്കോ എന്ന് പറഞ്ഞാൽ ഒമാനും ഇന്ത്യയും കൂടിയിട്ടുള്ളതാണ്. അതിൽ ഇന്ത്യയുടെ പോർഷൻ എന്ന് പറയുന്നത് ഇഫ്കോയും ക്രിപ്കോയും കൂടി ചേർന്നിട്ടാണ് ചെയ്യുന്നത്. അടുത്തതാണ് കിസാൻ ഇന്റർനാഷണൽ ട്രേഡിംഗ് FZD. കിസാൻ ഇന്റർനാഷണൽ ട്രേഡിംഗ് FZD registered with Jebel Ali Zone Authority Jafsa Dubai on April 2005. 2005 ഏപ്രിലില് എന്താണ് കിസാൻ ഇന്റർനാഷണൽ ട്രേഡിംഗ് FZD എന്ന് പറയുന്നത് എന്താണ് രൂപീകരിച്ചു. അതിന് പറയുന്നത് എന്താണ്, അതിൽ രജിസ്റ്റേർഡ് വിത്ത് ജബീൽ അലി സോൺ അതോറിറ്റി ജാഫ്സ ദുബായ് ഓൺ ഏപ്രിൽ 2005. അതായത് ജബീൽ അലി സോൺ അതോറിറ്റി ജാഫ്സ ഇതിലാണ് രജിസ്റ്റർ ചെയ്തത്. 2005 ഏപ്രിൽ ദുബായിലാണ് രജിസ്റ്റർ ചെയ്തത്. അപ്പൊ ദുബായുമായിട്ടുള്ള ഒരു കൂടിച്ചേർന്നിട്ടാണ് എന്താണ് ഉണ്ടാക്കിയിട്ടുള്ളത്, കിസാൻ ഇന്റർനാഷണൽ ട്രേഡിംഗ് FZD തുടങ്ങിയിട്ടുള്ളത്, അത് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അപ്പൊ എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജാഫ്സയിലാണ്. ജബൽ അലി സോൺ അതോറിറ്റി ജാഫ്സ ദുബായിലാണ് കേട്ടോ. ജബൽ അലി ഫോംഡ് ആസ് ഫ്രീസ് എസ്റ്റാബ്ലിഷ്മെന്റ് FZD എന്ന് പറയും അണ്ടർ ജാഫ്സ റെഗുലേഷൻ. ഫോംഡ് ആസ് ദ ഫ്രീസു എസ്റ്റാബ്ലിഷ്മെന്റ് FZD എന്ന് പറയും അണ്ടർ ജാഫ്സ റെഗുലേഷൻ. അത് പ്രകാരമാണ് ഫോം ചെയ്തിട്ടുള്ളത്. ജാഫ്സ റെഗുലേഷൻ അനുസരിച്ചാണ് ഫോം ചെയ്തിട്ടുള്ളത്. ഹോളി ഓൺഡ് സബ്സിഡിയറി ഓഫ് ഇന്ത്യൻ ഫാർമേഴ്സ് ഫെർട്ടിലൈസർ കോഓപ്പറേറ്റീവ്സ് ലിമിറ്റഡ് ഇഫ്കോ. ഹോളി ഓൺഡ് സബ്സിഡിയറി, അതിന്റെ സബ്സിഡിയറിയാണ് ഇഫ്കോ എന്ന് പറയുന്നത്. ഹോളി ഓൺഡ് സബ്സിഡിയറി ഓഫ് ഇന്ത്യൻ ഫാർമേഴ്സ് ഫെർട്ടിലൈസർ കോഓപ്പറേറ്റീവ് ലിമിറ്റഡ് ഇഫ്കോ. കമൻസ്ഡ് ഓപ്പറേഷൻ ഫ്രം 17th April 2007. കമൻസ് ചെയ്തോ അത് ആരംഭിച്ചത് 2005 ഏപ്രിൽ 17 ഇത് ആരംഭിച്ചത്. 2005 ഏപ്രിലിൽ തന്നെ അത് രജിസ്റ്റർ ചെയ്തു. 2005 ഏപ്രിൽ 17 ഇത് ആരംഭിക്കുകയും ചെയ്തു. 2005 ഏപ്രിൽ 17 ആരംഭിച്ചു. ഹോളി ഓൺഡ് സബ്സിഡിയറി ഓഫ് ഇന്ത്യൻ ഫാർമേഴ്സ് ഫെർട്ടിലൈസർ കോഓപ്പറേറ്റീവ് ലിമിറ്റഡ് ഇഫ്കോ ആണ്. അത് ഇതിന്റെ എന്താണ് കിസാൻ ഇന്റർനാഷണലിന്റെ ഒരു സബ്സിഡിയറി എന്ന് പറയും. ഇഫ്കോ എന്ന് പറയുന്നത് ജാഫ്സയിലാണ്. അത് ജാഫ്സ എന്ന് പറയുന്നത്
ദുബായിൽ ജബൽ അലി സോൺ അതോറിറ്റിയാണ് അതിന്റെ റൂൾസ് അനുസരിച്ച് റെഗുലേഷൻ അനുസരിച്ചാണ് അത് ഫോം ചെയ്തിട്ടുള്ളത്. ഇൻഡസ്ട്രീസ് ചിമിക്സ് ഡ്യൂസനഗൽ ICS എന്ന് പറയും. ഇൻഡസ്ട്രി ചിമിക്സ് ഡ്യൂസനഗൽ ICS. ഇൻഡസ്ട്രി ചിമിക്സ് ഡ്യൂസനഗൽ ICS is the largest producer of phosphate fertilizer products in sub-Saharan Africa. Indorma acquired ICS in 2014. അതായത് ഇൻഡസ്ട്രീസ് ചിമിക്സ് ഡ്യൂസനഗൽ എന്ന് പറയുന്നത് ആഫ്രിക്കയുമായിട്ട് ചേർന്നിട്ടുള്ള ഒരു ഫോസ്ഫേറ്റിന്റെ ഫെർട്ടിലൈസർ യൂണിറ്റ് ആണ്. ഇൻഡസ്ട്രി ചിമിക്സ് ഡ്യൂസനഗൽ ICS എന്ന് പറയുന്നത് എന്തുമായിട്ട് ചേർന്നിട്ടുള്ള എന്താണ് സബ് സഹറൻ ആഫ്രിക്ക കേട്ടോ. സബ് സഹറൻ ആഫ്രിക്കയിലാണ് ഒരു പ്രൊഡക്റ്റ്. സബ് സഹറൻ എന്ന് പറയുന്ന സ്ഥലത്ത് ആഫ്രിക്കയിലുള്ളതാണത്. എന്തിനുള്ള ഇതാണ്? ഫെർട്ടിലൈസർ ആണ്. എന്ത് ഫെർട്ടിലൈസർ ആണ്? ഫോസ്ഫേറ്റിന്റെ ഫെർട്ടിലൈസർ ആണ്. അപ്പൊ ഇൻഡസ്ട്രിയൽ ചിമിക്സ് ഡ്യൂസനഗൽ ഈസ് ദ ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് ഫോസ്ഫേറ്റ് ഫെർട്ടിലൈസർ പ്രൊഡക്ഷൻസ് ഇൻ സബ്-സഹറ ആഫ്രിക്ക. ഇൻഡോർമ അക്യൂർഡ് ICS in 2014. ഇത്രയും കാര്യങ്ങൾ നമ്മൾ നന്നായിട്ട് പഠിച്ചിരിക്കുക. നിങ്ങൾ ആരും സബ്സ്ക്രൈബ് ചെയ്യാത്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, പരമാവധി ഷെയർ ചെയ്യുക, എന്നും ഞാൻ പറയണമെന്ന് കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പൊ താങ്ക് യു. നമുക്ക് അടുത്ത വീഡിയോയുമായിട്ട് വീട്ടിൽ തന്നെ കാണാം. ബൈ.